മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷം. എല്ലാവരുടെയും കണ്ണുകൾ ആകാശത്തേക്ക്. ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറന്നതോടെ കൂടി നിന്ന ഓരോ ഭക്തരുടെയും കണ്ഠങ്ങളിൽ നിന്നും ശരണമന്ത്രങ്ങൾ വാനിലേക്ക് ഉയർന്നു. ഭക്തിയുടെ നിറവിൽ ഇതോടെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലിന് കൊച്ചമ്പലത്തിൽ നിന്നും തുടക്കമായി. വാദ്യമേളങ്ങളുടെയും തിടമ്പേറ്റിയ ഗജവീരന്മാരുടെയും അകമ്പടിയോടെ സംഘം പേട്ടതുള്ളി വാവരുപള്ളിയിലേക്ക് നീങ്ങി. വാദ്യമേളങ്ങൾക്കൊപ്പം ചുവടുവെച്ച് തീർത്ഥാടകരും ഒപ്പം ചേർന്നു. വാവരുപള്ളിയുടെ കവാടത്തിൽ പൂക്കൾ വാരി വിതറിയാണ് അമ്പലപ്പുഴ സംഘത്തെ വരവേറ്റത്. പള്ളിയിലേക്ക് കയറിയ സംഘത്തെ ജമാഅത്ത് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മാലയിട്ടും ചന്ദനം പൂശിയും സ്വീകരിച്ചു. തുടർന്ന് വാവരുടെ പ്രതിനിധിയായ ആസാദ് താഴത്തു വീട്ടിലിന്റെ കൈപിടിച്ച് സമൂഹ പെരിയോൻ ഗോപാലകൃഷ്ണപിള്ള പള്ളിക്ക് വലതുവെച്ച് വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളി നീങ്ങി. മതമൈത്രിയുടെ മറ്റൊരിടത്തും ദർശിക്കാനാകാത്ത മഹനീയ മാതൃക സമ്മാനിച്ച് വലിയമ്പലത്തിലെത്തിയ അമ്പലപ്പുഴ സംഘത്തെ ക്ഷേത്രം ഭാരവാഹികളും ദേവസ്വം ബോർഡ് അധികൃതരും ചേർന്ന് സ്വീകരിച്ചു. ഉച്ചകഴിഞ്ഞ് ആകാശത്തെ നക്ഷത്രത്തെ ദർശിച്ചതോടെയാണ് ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. വാവരുടെ പ്രതിനിധി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം യാത്രയായതിനാൽ വാവരുപള്ളിയിൽ കയറാതെയായിരുന്നു ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. അയ്യപ്പ ചൈതന്യം നിറഞ്ഞ ഗോളക, കൊടി, ഭസ്മസഞ്ചി, ചുരികകൾ, മുദ്രവടികൾ എന്നിവയുമായി പേട്ടതുള്ളി നീങ്ങിയ ആലങ്ങാട്ട് സംഘത്തെയും വലിയമ്പല കവാടത്തിൽ സ്വീകരിച്ചു. ഇതോടെ ഈ വർഷത്തെ പേട്ടതുള്ളൽ മഹോത്സവത്തിന് സമാപനമായി.